ബെത്ലഹേം ലോകത്തിലെ അനുഗ്രഹീതമായ ഇടം, ഒപ്പം നിർഭാഗ്യകരമായ ഇടവും. അനുഗ്രഹത്തിന് കാരണമുണ്ട്. സ്വർഗം ഭൂമിയെ തൊട്ട ഇടം, ദൈവം മനുഷ്യനായി പിറന്ന ഇടം, ദൈവവും മനുഷ്യനും മാലാഖമാരും മൃഗങ്ങളും നക്ഷത്രങ്ങളും സർവപ്രപഞ്ചവും ഒന്നു ചേർന്നുള്ള മഹാസംഗമത്തിന് വേദിയായ ഇടം. നിർഭാഗ്യമെന്നാൽ ജനിക്കാൻ അന്തസ്സുള്ളൊരിടം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. പക്ഷേ ദൈവപുത്രന് ബെത്ലഹേമിലെ സത്രങ്ങളിൽ അത് നിഷേധിക്കപ്പെട്ടു. യൂദയായിലെ പട്ടണങ്ങളിൽ വച്ച് വളരെ ചെറുതെങ്കിലും ലോകരക്ഷകൻ ഇവിടെ ജനിക്കുമെന്ന് ബെത്ലഹേമിനെ കുറിച്ച് മിക്ക പ്രവാചകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരു സത്യം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. ചെറുതെന്ന് കരുതി ഒന്നിനെയും മാറ്റി നിർത്തരുതെന്ന വലിയ സത്യം. കാണാൻ ഭംഗി കുറഞ്ഞവരും വാക്ചാതുര്യമില്ലാത്തവരും നിർധനരും നിർഭാഗ്യരുമായ മനുഷ്യരെ മാറ്റി നിർത്തരുത്. അവരിലും ദൈവമുണ്ട്, അവരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാതെ ഇഷ്ടമുള്ളവർക്കെല്ലാം സംവരണം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് ക്രിസ്തുമസ് അനുഭവമാണ്. പേരിനും പ്രശസ്തിക്കും പിന്നാലെ പായുന്ന ഇന്നത്തെ ലോകത്തിൽ ഒഴുക്കിനൊപ്പം നീന്താതെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടു പോയവരെയും ചേർത്ത് നിർത്തി ഒരു പുതിയ ബെത്ലഹേം അനുഭവം അവർക്ക് പ്രദാനം ചെയ്യുവാൻ ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റിലുമുള്ളവരുടെ വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ അവരുടെ ജീവിതങ്ങളുടെ നേരെ ഈ ക്രിസ്തുമസിൽ നമ്മുടെ കൈപ്പടങ്ങൾ ചേർത്ത് വയ്ക്കാം. എന്തെന്നാൽ ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്.